ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാതൃഭൂമി കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. തൊഴിൽ വാർത്ത പ്രസിദ്ധീകരിച്ച കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ അടുത്തിടെ ഇടം പിടിച്ച ഇന്ത്യയിൽ നിന്നുള്ള കൃതികളാണ് ചോദിച്ചിരിക്കുന്നത്. അതൊന്ന് ഭഗവത്ഗീതയും നാട്യശാസ്ത്രവും ആണ്. യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ അടുത്തിടെ ഇടം പിടിച്ച ഇന്ത്യയിൽ നിന്നുള്ള കൃതികളാണ് ഭഗവത്ഗീത, നാട്യശാസ്ത്രം. ഏത് രാജ്യമാണ് അടുത്തിടെ ആണവായുധമില്ലാതെ ഹൈഡ്രജൻ ബോംബ് വികസിപ്പിച്ചത്? അത് ചൈനയാണ്. ചൈന അടുത്തിടെ അണവായുധമല്ലാത്ത ഹൈഡ്രജൻ ബോംബ് വികസിപ്പിച്ചത് ചൈനയാണ്. അടുത്തത് ആനന്ദ് ഗുജറാത്തിലെ ത്രിഭുവൻ ദേശീയ സഹകരണ സർവകലാശാലയുടെ ഒഫീഷ്യേറ്റിംഗ് വൈസ് ചാൻസലറായി നിയമിതനായത് ഡോക്ടർ JM വ്യാസ് ആണ്. ആനന്ദ് ഗുജറാത്തിലാണ് ത്രിഭുവൻ ദേശീയ സഹകരണ സർവകലാശാലയുടെ ഒഫീഷ്യേറ്റിംഗ് വൈസ് ചാൻസലറായി നിയമിതനായതാണ് JM വ്യാസ്. കടുവാ സംരക്ഷണത്തിനുള്ള ആഗോള കൂട്ടായ്മ ഇൻ്റർനാഷണൽ ബിഗ് ക്യാറ്റ് ഐലൻഡ്സിൻ്റെ ആസ്ഥാനവും സെക്രട്ടേറിയറ്റും എവിടെ സ്ഥാപിക്കാനാണ് ധാരണയായത്? അത് ന്യൂഡൽഹിയിലാണ്. കടുവാ സംരക്ഷണത്തിനുള്ള ആഗോള കൂട്ടായ്മയായ ഇൻ്റർനാഷണൽ ബിഗ് ക്യാറ്റ് ഐലൻഡ്സിൻ്റെ ആസ്ഥാനവും സെക്രട്ടേറിയറ്റും എവിടെ സ്ഥാപിക്കാനാണ് ധാരണയായത്? ന്യൂഡൽഹി. 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദ ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രത്തിൻ്റെ ഫോട്ടോഗ്രാഫറാണ് സമർ അബു എലൂഫ് ആണ്. സമർ അബു എലൂഫ്. ഏപ്രിൽ 19 അന്തരിച്ച ഡോക്ടർ മാത്യു സാമുവൽ കളരിക്കൽ ഏത് നിലയിൽ പ്രശസ്തി നേടിയതാണ്? ഹൃദയ ചികിത്സാ വിദഗ്ധനാണ് ഡോക്ടർ മാത്യു സാമുവൽ കളരിക്കൽ. 2025 ലോകത്തെ സ്വാധീനിച്ച ടൈം മാഗസിൻ്റെ 100 പേരുടെ പട്ടികയിൽ എത്ര ഇന്ത്യക്കാരാണ് ഉണ്ടായിരുന്നത്? ആരുമില്ല. 2024 8 ഇന്ത്യക്കാർ പട്ടികയിൽ ഇടം പിടിച്ചിരുന്നു. 2025 ലോകത്തെ സ്വാധീനിച്ച ടൈം മാഗസിൻ്റെ 100 പേരുടെ പട്ടികയിൽ ഇന്ത്യക്കാരായി ആരുമില്ല. വിവിധ സാംസ്കാരിക വിഷയങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ 34 പ്രസംഗങ്ങൾ സമാഹരിച്ച് പുസ്തകമായി ഇറക്കി. അതിൻ്റെ പേരെന്താണ്? സംസ്കൃതി കാ പഞ്ച്വ അധ്യായ എന്നാണ്. സംസ്കൃതി കാ പഞ്ച്വ അധ്യായ, സംസ്കൃതിയുടെ 5ാം അധ്യായം. സംസ്കൃതി കാ പഞ്ച്വ അധ്യായ, സംസ്കൃതിയുടെ 5ാം അധ്യായം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാഷിങ്ടൺ, ന്യൂയോർക്ക് തുടങ്ങിയ US നഗരങ്ങളിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഏപ്രിൽ 19 നടന്ന പ്രക്ഷോഭത്തിൻ്റെ പേരെന്താണ്? അത് കൊടുത്തിരിക്കുന്നത് അക്കങ്ങളിലാണ്. 50, 1 എന്നുള്ളതിലാണ്. 50 പ്രൊട്ടക്റ്റ് 50 സ്റ്റേറ്റ് 1 മൂവ്മെൻറ്റ് എന്നുള്ളതാണ്. 50 പ്രൊട്ടക്ട്സ് 50 സ്റ്റേറ്റ് 1 മൂവ്മെൻറ്റ്. അതായത് 50, 50, 1 എന്ന് 50 പ്രതിഷേധം, 50 സംസ്ഥാനങ്ങൾ, ഒരു മുന്നേറ്റം എന്നുള്ളതാണ്. അപ്പോൾ 50, 50, 1 എന്നുള്ള അക്കത്തിലാണ് കൊടുത്തിരിക്കുന്നത്. 2025 ഏപ്രിൽ 25 അന്തരിച്ച മലയാളി കൂടിയായ വിഖ്യാത ബഹിരാകാശ ശാസ്ത്രജ്ഞനാരാണ്? ഡോക്ടർ K കസ്തൂരിരംഗനാണ്. ഡോക്ടർ K കസ്തൂരിരംഗൻ. നെക്സ്റ്റ്. 2025 ഏപ്രിൽ 21 അന്തരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ യഥാർത്ഥ പേരെന്താണ്? ഹോർഹെ മാരിയോ ബർഗോളിയോ. ഹോർഹെ മാരിയോ ബർഗോഗ്ലിയോ. ഹോർഹെ മാരിയോ ബർഗോഗ്ലിയോ. ദക്ഷിണ കാശ്മീരിൽ അനന്ത്നാഗിലെ പഹൽഗാമിലുള്ള ബൈസരണിൽ ഏപ്രിൽ 22 ഭീകരാക്രമണത്തിൽ എത്ര പേരാണ് കൊല്ലപ്പെട്ടത്? 26 പേരാണ് കൊല്ലപ്പെട്ടത്. ദക്ഷിണ കാശ്മീരിലെ അനന്ത്നാഗിലെ പഹൽഗാമിലെ ബൈസരണിയിൽ ഏപ്രിൽ 22 ഏപ്രിൽ 22 26 പേരാണ് കൊല്ലപ്പെട്ടത്. പാക് പരിശീലനം ലഭിച്ച തീവ്രവാദികളുടെ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഭീകരപ്രവർത്തനം അവസാനിപ്പിക്കും വരെ ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു. എന്താണ് ഈ സിന്ധു നദീജല ഉടമ്പടി? അതായത് സിന്ധു നദിയുടെയും പോഷക നദികളുടെയും ജലം ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പുവെച്ച ഉടമ്പടിയാണ്. ലോകബാങ്കിൻ്റെ മധ്യസ്ഥതയിൽ 1960 സെപ്റ്റംബർ 19 ഈ കരാർ ഒപ്പുവെക്കുന്നത്. 1960 സെപ്റ്റംബർ 19 സിന്ധു നദീജല കരാർ ഒപ്പുവെക്കുന്നത്. അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാക് പ്രസിഡന്റ് അയൂബ് ഖാനും ചേർന്ന് കറാച്ചിയിലാണ് ഈ കരാർ ഒപ്പുവെച്ചത്. കരാർ പ്രകാരം പടിഞ്ഞാറുള്ള സിന്ധു ജലം, ചിനാബ് നദികളിലെ ജലം പാകിസ്ഥാനും കിഴക്കുള്ള ബിയാസ്, രവി, സത്ലജ് നദികളിലെ ജലം ഇന്ത്യക്കുമാണ്. ആർക്കും നൽകിയിട്ടില്ലാത്ത ചെറുനദികൾ വ്യവസ്ഥകൾക്ക് വിധേയമായി ഇരു രാജ്യങ്ങൾക്കും ഉപയോഗിക്കാം. നദി ഒഴുക്ക് പാകിസ്ഥാനിലേക്കായതിനാൽ ഉടമ്പടിയുടെ പ്രയോജനമേറെയും ആ രാജ്യത്തിനാണ്.
ഏഷ്യയിലെ 2 രാജ്യങ്ങൾ തമ്മിൽ ജലം പങ്കുവെക്കാൻ ഒപ്പുവെച്ച ഏക ഉടമ്പടിയും കൂടിയാണ് ഇത്. സിന്ധു നദീജല കരാർ ഇന്ത്യ മരവിപ്പിച്ചതിന് പ്രതികരണമായി പാകിസ്ഥാൻ ഷിംല കരാർ മരവിപ്പിച്ചു. 1971 ഇന്ത്യ പാക് യുദ്ധത്തിന് ശേഷം 1972 ജൂലൈ 2 ഹിമാചൽ പ്രദേശിലെ ഷിംലയിൽ വെച്ച് ഇരു രാജ്യങ്ങളും സമാധാന കരാർ ഒപ്പുവെച്ചു. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പാക് പ്രസിഡന്റ് സുൽഫിക്കർ അലി ഭൂട്ടോയും ഒപ്പുവെച്ച ഷിംല കരാർ പ്രകാരം ഇരു രാജ്യങ്ങളും അംഗീകരിച്ച നിയന്ത്രണ രേഖയാണ് നിലവിൽ വന്നത്. അടുത്തത് കേരളത്തിൻ്റെ എത്രാമത്തെ ചീഫ് സെക്രട്ടറിയാണ്? ഡോക്ടർ എ ജയതിലക്. അപ്പോൾ 50-ാമത്തതാണ്. കേരളത്തിലെ എത്രാമത്തെ ചീഫ് സെക്രട്ടറിയാണ്? ഡോക്ടർ എ ജയതിലക്. അത് 50-ാമത്തെ സെക്രട്ടറിയാണ്.